ഹായ് ഓൾ, ഗിറ്റ് ആൻഡ് ഗിറ്റബിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലെക്ചർ സീരീസിന്റെ തേർഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ ഗിറ്റ് ആൻഡ് ഗിറ്റബിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ള ഒരു പ്രൊജക്ട് എങ്ങനെയാണ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അതായത് ഈ ഒരു സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ പ്രൊജക്ട് ഓൺലൈൻ ആവുകയാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ പ്രൊജക്ട് കാണാനും അതിൽ വർക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനെല്ലാം സാധിക്കും. So without further delay, let's begin. It's me, Adon Matthew. Welcome. ആദ്യം തന്നെ നമുക്ക് റെപ്പോസിറ്ററി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫോൾഡറാണ്. രണ്ട് കാര്യങ്ങളുള്ള ഫോൾഡർ. ഫസ്റ്റ് എന്ന് പറയുന്ന പ്രൊജക്ട് ഫയൽസും സെക്കൻഡ് എന്ന് പറയുന്ന ആ പ്രൊജക്ട് ഫയൽസിന്റെ ട്രാക്കിംഗ് ഹിസ്റ്ററി ഉള്ള ഫയൽസും. അതായത് ഒരു ഫോൾഡർ കണ്ടെയ്നിങ് പ്രൊജക്ട് ഫയൽസ് ആൻഡ് ട്രാക്കിംഗ് ഹിസ്റ്ററി, ഇത് രണ്ടും ഉള്ള ഒരു ഫോൾഡറിനെയാണ് നമുക്ക് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഫോൾഡർ റെപ്പോസിറ്ററി ആണോ? നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയത്, ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ. ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നോക്കി നമുക്ക് പ്രൊജക്ട് ഫയൽസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഫസ്റ്റ് പ്രൊജക്ട് ഫയൽസ് കാണാം. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു, ഇത് ട്രാക്ക് ചെയ്യുന്ന ഹിസ്റ്ററി മൊത്തം .git എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഹിഡൻ ആയിരിക്കും. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഞാനിവിടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഹിഡൻ ഐറ്റംസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കുണ്ട് ആ .git എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം. സോ ഈ ഒരു ഫോൾഡറിനകത്ത് നമുക്ക് ഈ .git എന്ന് പറഞ്ഞ ഫോൾഡർ, അതായത് ഇതിന് ട്രാക്കിംഗ് ഹിസ്റ്ററി മൊത്തമുള്ള ഫോൾഡർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊജക്ട് ഫയൽസും കാണാം. സോ ഈ ഒരു ഫോൾഡറിനെ നമുക്ക് റെപ്പോസിറ്ററി എന്ന് പറയാൻ സാധിക്കും. അതായത് പ്രൊജക്ട് ഫയൽസും അതിന്റെ ട്രാക്കിംഗ് ഹിസ്റ്ററി ഉള്ള ഫോൾഡറിനെ ആണ് നമ്മൾ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഫോൾഡർ റെപ്പോസിറ്ററി ആണ്. കാരണം അതിൽ പ്രൊജക്ട് ഫയൽസും ഉണ്ട്, അതിന്റെ ട്രാക്കിംഗ് ഹിസ്റ്ററി ഉള്ള ഫോൾഡറും കാണുന്നുണ്ട്. ഞാൻ ഇത് വീണ്ടും ഹൈഡ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഫോൾഡർ നമ്മൾ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നത്. അതായത് ഈ റെപ്പോസിറ്ററി നമുക്ക് ലോക്കൽ റെപ്പോസിറ്ററി എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് ഗിറ്റ് ആണ് ഇതിന്റെ ട്രാക്കിംഗ് ഹിസ്റ്ററി മൊത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറയാം. സോ ഈ ഒരു ഫോൾഡർ, ഈ വീഡിയോയിൽ കാണുന്ന ഈ ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ എന്ന ഈ ഫോൾഡറിനെ നമുക്ക് രണ്ട് പേരിൽ വിളിക്കാം. ലോക്കൽ റെപ്പോസിറ്ററി എന്നും പറയാം, അതുപോലെ തന്നെ ഗിറ്റ് റെപ്പോസിറ്ററി എന്നും പറയാം. നേരെ മറിച്ച് ഈ സെയിം റെപ്പോസിറ്ററി നമുക്ക് ക്ലൗഡിലും വേണ്ടേ, ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൊളാബറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം റെപ്പോസിറ്ററി നമുക്ക് ഓൺലൈനിൽ വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഗിറ്റ്ഹബ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗിറ്റ്ഹബിൽ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കും. ഇതേപോലെ തന്നെ ഗിറ്റ്ഹബിൽ നമ്മൾ റെപ്പോസിറ്ററി ഉണ്ടാക്കും. അതിനുശേഷം ആ റെപ്പോസിറ്ററി ഗിറ്റ്ഹബിലെ റെപ്പോസിറ്ററി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെപ്പോസിറ്ററി നമ്മൾ കണക്ട് ചെയ്യും. സോ ദാറ്റ് ഇതിലിരിക്കുന്ന ഫയൽസും ട്രാക്കിങ്ങും മൊത്തം നമുക്ക് ഗിറ്റ്ഹബിൽ കാണാൻ സാധിക്കും. സോ നമുക്കിനി ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്യാം. ഞാൻ അവിടെ ജസ്റ്റ് github.com എന്ന് സെർച്ച് ചെയ്യാണ്. സോ ഞാൻ അവിടെ വന്നതിന് ശേഷം ഈ ടോപ്പ് റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റെപ്പോസിറ്ററീസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് റെപ്പോസിറ്ററീസിന്റെ പേജാണ്. കണ്ടില്ലേ റെപ്പോസിറ്ററീസ്. ഇവിടെ ഞാൻ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പുതിയൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഗിറ്റ് റെപ്പോസിറ്ററി കണ്ടു. അതിൻ്റെ തന്നെ ക്ലൗഡ് വേർഷൻ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ കുറച്ച് കാര്യം ഫില്ല് ചെയ്താൽ മതി. ഫസ്റ്റ് ചോദിക്കുന്ന നമ്മുടെ റെപ്പോസിറ്ററി നെയിമാണ്. സോ ഞാനിവിടെ എൻ്റെ ഈ ലോക്കൽ റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഗിറ്റ് റെപ്പോസിറ്ററി പേര് തന്നെ കൊടുക്കാൻ പോകുന്നത്. എന്താണത്? ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ. അത് തന്നെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാനും പറ്റും. സോ ഞാൻ ഇവിടെ ആ സെയിം പേര് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ആ പേര് ഞാൻ കൊടുത്തു. സോ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. സോ എൻ്റെ റെപ്പോസിറ്ററിൻ്റെ പേര്, എൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിൻ്റെ പേര് ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ. അത് തന്നെയാണ് എൻ്റെ ഗിറ്റ് റെപ്പോസിറ്ററി, അതായത് എൻ്റെ ലോക്കൽ റെപ്പോസിറ്ററിൻ്റെ പേര്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ റെപ്പോസിറ്ററി ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കണ്ടെയ്നിങ് ഫയൽസ് യൂസ്ഡ് ഇൻ മൈ ഗിറ്റ് ആൻഡ് ഗിറ്റ്ഹബ് ട്യൂട്ടോറിയൽ സീരീസ് എന്ന് കൊടുക്കാം. ബാക്കിയുള്ള കോൺഫിഗറേഷൻ ഒന്നും നമ്മൾ ആക്ച്വലി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂസ് വിസിബിലിറ്റി, അത് ആർക്കൊക്കെ കാണണം എന്നാണ് ചോദിക്കുന്നത്. അതിന് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്, പബ്ലിക്കും പ്രൈവറ്റും. പ്രൈവറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പബ്ലിക് എന്ന് പറയുകയാണെങ്കിൽ ആർക്കും കാണാൻ സാധിക്കും. സോ ഇവിടെ പബ്ലിക് തന്നെ കൊടുക്കുകയാണ്. സോ എൻ്റെ റെപ്പോസിറ്ററി എല്ലാവർക്കും കാണാൻ സാധിക്കും. സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് വേണമെന്ന് ചോദിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഈ റീഡ്മി എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഫയലാണ്. ആ ഫയലിനകത്ത് നമ്മളെ റെപ്പോസിറ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. സോ അതൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്നതാണ്. ഇനി .gitignore
.gitignore എന്ന് പറയുന്നത് ആക്ച്വലി വേറൊരു ഫയലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയലിനകത്ത് നമ്മൾ എന്തൊക്കെ ഫോൾഡേഴ്സോ ഫയൽസോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഗിറ്റ് ട്രാക്ക് ചെയ്യത്തില്ല, ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യത്തില്ല. അതൊക്കെ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല എന്ന് എനിക്കറിയാം. സോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുന്നുള്ളൂ. ആർട്ട് ലൈസൻസ് ഇതും ഒരു ലൈസൻസിന് വേണ്ടിയുള്ളതാണ്. ഇതും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ കോൺഫിഗറേഷനൊക്കെ അതേപോലെ തന്നെ കൊടുക്കുക, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കൊടുക്കേണ്ടത് ഈ റെപ്പോസിറ്ററി നെയിം എന്തായാലും നിർബന്ധം കൊടുക്കണം. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അതിനുശേഷം അവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഗിറ്റ് ഹബിൽ ഒരു റെപ്പോസിറ്ററി ഉണ്ടാവും. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററിന്റെ പേര് നമുക്ക് ഇവിടെ കാണാം, ഇവിടെയും കാണാം, അതുപോലെ തന്നെ ഇവിടെയും കാണാം. അതിലോട്ടേക്കുള്ള ലിങ്ക് നമുക്ക് ഇവിടെ കാണാം. സോ 2 ടൈപ്പ് ഓഫ് റെപ്പോസിറ്ററീസ് ആണുള്ളത്. ലോക്കൽ റെപ്പോസിറ്ററി, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ലോക്കൽ റെപ്പോസിറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ റെപ്പോസിറ്ററി അഥവാ റിമോട്ട് റെപ്പോസിറ്ററി ഉണ്ട്. സോ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോൾഡറാണ് നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി അഥവാ ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഈ ഗിറ്റ് ഹബിൽ ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി അഥവാ റിമോട്ട് റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഓൺലൈൻ റെപ്പോസിറ്ററി എന്നൊക്കെ പറയുന്നത്. ഇനിയുള്ള നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി നമ്മുടെ ഓൺലൈൻ റെപ്പോസിറ്ററി തമ്മിൽ കണക്ട് ചെയ്യണം. സോ അതാണ് അതിനുവേണ്ടി നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യാണ്, ഓപ്പൺ ഫോൾഡർ. അതിനുശേഷം ഇതായിരുന്നു എൻ്റെ ഫോൾഡർ, ഇതായിരുന്നു എൻ്റെ ലോക്കൽ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ട് ഫോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫയലിൽ എപ്പോഴും ഈ ഓട്ടോ സേവ് എന്ന് പറയുന്നത് എനേബിൾഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇന്ന് മാത്രം നിങ്ങളുടെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകത്തുള്ളൂ. അപ്പോൾ ഓട്ടോ സേവ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടിക്ക് കാണാം. ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ ഓട്ടോ സേവ് ഓൺ അല്ല, എനേബിൾഡ് അല്ല എന്നാണ് അർത്ഥം. സോ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ടോ ഓട്ടോ സേവിന്റെ അപ്പുറത്തൊരു ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോ സേവ് എനേബിൾഡ് ആണെന്നാണ് അർത്ഥം. സോ ദാറ്റ് ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ഫയൽസ് എന്ത് ചേഞ്ച് വന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ സേവ് ആവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഗിറ്റ് ഹബിൽ നമ്മൾ റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി ഉണ്ട്, ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാം. സോ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ടെർമിനൽ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടെർമിനൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ന്യൂ ടെർമിനൽ എന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി നമ്മുടെ ഈ ലോക്കൽ റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഗിറ്റ് റെപ്പോസിറ്ററിയോട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിനുള്ള കോഡ് നമുക്ക് ആക്ച്വലി ഗിറ്റ് ഹബിൽ തന്നെ പോയാൽ കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മളിപ്പോൾ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി തന്നെ പോവാണ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്ന് താഴത്തൊരു സ്ക്രോളിൽ നമുക്ക് കാണാം. കണ്ടോ, നമുക്കിവിടെ എന്താ വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റ് കോഡ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഈ കോഡ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അത് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്, എൻ്റർ പ്രസ് ചെയ്യാണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ എന്താ ചെയ്ത് ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗിറ്റ് റിമോട്ട് ആഡ്, അതായത് ഒരു റിമോട്ട് റെപ്പോസിറ്ററി ആഡ് ചെയ്യാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം, അതിൻ്റെ ലിങ്ക് കൊടുക്കണം. ആ റിമോട്ട് റെപ്പോസിറ്ററിൻ്റെ ആ ലിങ്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഉണ്ടാക്കി ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഗിറ്റ് റിമോട്ട് ആഡ്, അതിനുശേഷം ആ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററിൽ ലിങ്ക് കൊടുത്തു. അതായത് നമ്മളെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാണ് പറയുന്നത്. ഇനി ഈ ഒറിജിൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ കൊടുത്ത ഈ ലിങ്കില്ലേ, ഈ ലിങ്കിന് നമ്മൾ ജസ്റ്റ് കൊടുക്കുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇതിന് വരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഗിറ്റ് ഹബിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഒറിജിൻ എന്നാണ് ഇപ്പം കൊടുക്കുന്നത്. ഇത് യൂസ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് കുറച്ച് കോഡ്സ് ടൈപ്പ് നമുക്ക് മനസ്സിലാവും ഇതിന്റെ യൂസേജ്. സോ നമുക്ക് വീണ്ടും ഗിറ്റ് ഹബ് റെപ്പോസിറ്ററിലോട്ട് തന്നെ പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുവഴി നമ്മൾ നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി നമ്മൾ എന്ത് ഗിറ്റ് ഹബിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു ലൈൻ ഓഫ് കോഡാണ്, ഗിറ്റ് ബ്രാഞ്ച് -മെയിൻ. ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ എൻ്റെ സോഴ്സ് കൺട്രോൾ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ബ്രാഞ്ചിന്റെ പേര്, ഇതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ ബ്രാഞ്ചിന്റെ പേര് എന്താണ്, മാസ്റ്റർ. കണ്ടില്ല, ഇവിടെയും ബ്രാഞ്ചിന്റെ പേര് കാണാം, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രാഞ്ചിന്റെ പേര് കാണാം. ബ്രാഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലൈൻ ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതായത് നമുക്ക് ഇവിടെ കാണുന്ന പോലെ നമ്മൾ ആദ്യം ആഡഡ് സബ്ട്രാക്ട് ഫയൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്തു, പിന്നെ ആഡഡ് മൾട്ടിപ്ലൈ ഫയൽ ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ഇല്ലേ, അതെല്ലാം ഇരിക്കുന്ന ഒരു ലൈനില്ല. അതിനെ മൊത്തത്തിൽ നമുക്കൊരു ബ്രാഞ്ച് എന്ന് പറയാം. ഈ ബ്രാഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ലൈൻ ഓഫ് ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് നോട്ട് ചെയ്ത് അത് ലൈനിൽ ഇങ്ങനെ ഇരിക്കുന്നില്ല, അതിനാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ ബ്രാഞ്ചിന്റെ പേരെന്ന് പറയുന്നത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സോ കറന്റ് നമ്മുടെ ബ്രാഞ്ചിന്റെ പേരെന്ന് പറയുന്ന മാസ്റ്റർ ആണ്, നമുക്ക് ഇവിടെയും കാണാം, അതുപോലെ തന്നെ ഇവിടെയും കാണാം. പക്ഷേ ഗിറ്റ് ഹബിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഗിറ്റ് ഹബിൽ നമ്മൾ ബ്രാഞ്ചിന്റെ പേര് എന്തായിരിക്കണം, മെയിൻ ബ്രാഞ്ചിന്റെ പേരെന്ന് പറയുന്നത് മെയിൻ ആയിരിക്കണം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന സെക്കൻഡ് കോഡ് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ചിന്റെ പേരെന്നാണ് മാസ്റ്റർ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ പേരെന്ന് പറയുന്നത് മെയിൻ ആയി. കണ്ടില്ലേ, നേരത്തെ മാസ്റ്റർ ആയിരുന്നു, പക്ഷേ ഇപ്പം എന്തായി, രണ്ടും മാറി. ഇപ്പം എന്തായി, മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ പേരായി.
ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ അത് ഗിറ്റ് ഹബിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രീതിയാണ്. അതിൽ ഗിറ്റ് ഹബിൽ ഇരിക്കേണ്ട മെയിൻ ബ്രാഞ്ചിൻ്റെ പേരെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, മെയിൻ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ മെയിൻ എന്നാക്കി മാറ്റിയത്. ഇനി തേർഡ് കോഡ് എന്ന് പറയുന്നത് ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ. ഞാൻ ഈ കോഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ എന്ന് പറഞ്ഞാൽ ഗിറ്റ് ബ്രാഞ്ച്, ഗിറ്റിന്റെ ബ്രാഞ്ച് -m എന്ന് പറയുന്നത് ആക്ച്വലി അത് റീനെയിം ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തായിട്ട്, മെയിൻ ആയിട്ട്. അതായത് ആ ഇപ്പൊ കറന്റ് ഇരിക്കുന്ന ബ്രാഞ്ചിന്റെ പേര് റീനെയിം ചെയ്യണം എന്തിലോട്ട്, മെയിൻ ആയിട്ട്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ മെയിൻ എന്ന് പറഞ്ഞ പേരായിട്ട് മാറിയത്. നേരത്തെ മാസ്റ്റർ ആയിരുന്നു, പിന്നെ അത് മെയിൻ എന്നായിട്ട് മാറി. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് നോക്കാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കോഡ് അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഇവിടെ. ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ. അതായത് ഈ കോഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഗിറ്റ് പുഷ്, അത് പുഷ് ചെയ്യാൻ വേണ്ടി പറയാം. പുഷ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ കറന്റ് കോഡ് മൊത്തം ഇരിക്കുന്ന എവിടെയാണ്, നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി, നമ്മുടെ കമ്പ്യൂട്ടറിലാണ്. അത് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഗിറ്റ് പുഷിന്റെ അർത്ഥം. -u എന്ന് പറയുന്നത് സെറ്റ് അപ്പ് സ്ട്രീം എന്നാണ് അർത്ഥം. അതായത് ഇനി തൊട്ട് അങ്ങോട്ടേക്ക് ഞാൻ എപ്പോൾ ഗിറ്റ് പുഷ് ടൈപ്പ് ചെയ്താലും എങ്ങനെ പോകണം, ഒറിജിൻ മെയിൻ. അതായത് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടില്ല, ഇവിടെ ഈ ഒറിജിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസ്റ്റ് ലിങ്ക് ആണ്. അതായത് നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസ്റ്റിയാണ് ഒറിജിൻ എന്ന് പറഞ്ഞത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അത് എങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം, നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസ്റ്റിലോട്ട് പുഷ് ചെയ്യണം. എവിടെ നിന്ന്, മെയിൻ എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിൽ നിന്ന്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞാൽ ഗിറ്റ് പുഷ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാണ് പറയുന്നത്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ലോക്കലായിട്ട് ഇരിക്കുന്ന ഫയൽസ് മൊത്തം ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഈ -u ഒറിജിൻ മെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഇനി തൊട്ട് ഈ ഗിറ്റ് പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ ആ പുഷ് ചെയ്യേണ്ട എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യേണ്ടത്. ഈ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗിറ്റ് ഹബിന്റെ ലിങ്ക് ആണ്. അതായത് നമ്മുടെ ഗിറ്റ് ഹബ് റിപ്പോസിന്റെ ലിങ്ക് എന്ന് പറയുന്നതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഒറിജിനിലോട്ട് പുഷ് ചെയ്യണം, അതാണ് കാണുന്ന ഡെസ്റ്റിനേഷൻ. ഒറിജിനിലോട്ട് പുഷ് ചെയ്യണം. എവിടെ നിന്ന്, മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നും. കണ്ടില്ലേ, മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നും, ഇവിടെ മെയിൻ എന്ന് കണ്ടില്ലേ, ഈ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നും ഒറിജിൻ എന്ന് പറയുന്ന നമ്മുടെ ഗിറ്റ് ഹബ് റിപ്പോസിലോട്ട് പുഷ് ചെയ്യാനാണ് ഈ കോഡിന്റെ അർത്ഥം. ഇത് ഞാൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ കമ്മിറ്റ് മെസ്സേജസും ഫയൽസും എല്ലാം നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്റോട്ട് ആഡ് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഇതൊന്ന് റീഫ്രഷ് ചെയ്യാൻ കണ്ടോ. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ കാണുന്ന ഈ ഫയല് multiply.py ഫയൽ, ആ ഫയൽ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത കമ്മിറ്റ്സ് മൊത്തം ഞാനിവിടെ ഈ 4 കമ്മിറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മൾ ചെയ്ത കമ്മിറ്റ്സ് എല്ലാം ആദ്യം ആഡഡ് സബ്ട്രാക്ട് ഫയൽ ചെയ്തു, പിന്നെ ആഡഡ് മൾട്ടിപ്ലൈ ഫയൽ ചെയ്തു, പിന്നെ മോഡിഫൈഡ് ബോത്ത് ഫയൽസ് ചെയ്തു. കണ്ടില്ലേ, നിങ്ങളിവിടെ കാണുന്ന ഈ ഹിസ്റ്ററി മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോക്കലായിട്ടിരുന്ന കാര്യം മൊത്തം ഓൺലൈനായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ഇത് ഗിറ്റ് ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റെപ്പോസിറ്ററി കാണാം. ഓക്കെ, എൻ്റെ റെപ്പോസിറ്ററിനകത്ത് ഇപ്പോൾ എത്ര ഫയൽസ് ഉണ്ട്, ഒരു ഫയലാണുള്ളത്, multiply.py എന്ന് പറഞ്ഞ ഫയൽ. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, multiply.py എന്ന് പറഞ്ഞ ഫയൽ. ഇനി അതിൻ്റെ വേർഷൻ ഹിസ്റ്ററി, അതിൻ്റെ ഹിസ്റ്ററിയും ട്രാക്കും എല്ലാം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മൊത്തം ഇപ്പോൾ എനിക്ക് എവിടെയും കാണാം, എൻ്റെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി. ഇവിടെ ഞാൻ ഈ 4 കമ്മിറ്റ്സ് ഇല്ല, ഈ കമ്മിറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേട്ടോ, ഇപ്പോൾ ആരാണ് എഡിറ്റ് ചെയ്തത്, അഡോൺ PM എന്നാൽ ഞാനാണ് എഡിറ്റ് ചെയ്തത്. ഞാൻ 2 വീക്ക് മുമ്പാണ് ചെയ്തതെന്ന് കാണാം. കണ്ടില്ല, അങ്ങനെ മൊത്തം അതിന്റെ ട്രാക്കിംഗ് ഹിസ്റ്ററി മൊത്തം ഇപ്പോൾ ഗിറ്റ് ഹബിലോട്ട് വന്നിരിക്കുകയാണ്. ആരെപ്പോൾ ചെയ്തു, ഏതൊക്കെ ഫയൽസ് ചെയ്തു എന്ന് മൊത്തം എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ അന്ന് ചെയ്ത ചേഞ്ചസ് എന്തൊക്കെയാണ്, എനിക്ക് ആദ്യം A = 10:20 ആയിരുന്നു, അതിനുശേഷം A = 10:2000 ആയി. അങ്ങനെയുള്ള എന്തൊക്കെ ചേഞ്ച് വരുത്തി, ഏതൊക്കെ ഫയലാണ് ചേഞ്ച് വരുത്തുന്നത് മൊത്തം ഹിസ്റ്ററി ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഈ ഒരു ലിങ്ക് കാണിച്ചു തരാം. ഈ ഒരു ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണുന്ന സംഭവം മൊത്തം നിങ്ങൾക്കും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗിറ്റ് ഹബും ഗിറ്റ് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ പ്രൊജക്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആരൊക്കെ എപ്പോഴൊക്കെ വരുത്തിയെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനും കാണാനൊക്കെ സാധിക്കും. സോ ഇപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഞാൻ ഇനി ഒരു ഫയൽ എടുക്കുകയാണ്. ഞാൻ ഈ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് ഞാൻ ഗിറ്റ് വഴി ട്രാക്ക് ചെയ്ത് ഗിറ്റ് ഹബിലോട്ട് എങ്ങനെയാണ് പുഷ് ചെയ്യുന്നത്, ആ ഒരു എൻ്റെ സ്റ്റേജ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സോ അതിനുവേണ്ടി ഞാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അതിന് divide.py എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് A = 100/10 എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇവിടെ കാണും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കാണാം. കണ്ടോ, ഇവിടെ divide.py എന്ന് പറഞ്ഞൊരു അൺട്രാക്ഡ് ഫയൽ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ അത് 2 സ്റ്റെപ്പ് വഴിയാണ് ചെയ്യേണ്ടത്, ഗിറ്റ് ആഡും ഗിറ്റ് കമ്മിറ്റും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് അത് മൊത്തം ട്രാക്ക് ചെയ്യുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യുന്ന കോഡ് ടൈപ്പ് ചെയ്യാനായിട്ട്. സോ മൊത്തത്തിൽ നമുക്ക് 3 കോഡാണ്, 3 സ്റ്റേജിലൂടെയാണ് പോകേണ്ടത്. സോ 3 സ്റ്റെപ്പ് വഴിയാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിറ്റ് ആഡ് ഫയൽ നെയിം divide.py. ഈ ഗിറ്റ് ആഡ് divide.py എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എൻ്റെ ഈ ഫയൽ സ്റ്റേജിങ് ഏരിയയിലോട്ട് പോകും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. കണ്ടോ, സ്റ്റേജിങ് ഏരിയയിലോട്ട് വന്നു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഗിറ്റ് കമ്മിറ്റ് ചെയ്യുക. ഗിറ്റ് കമ്മിറ്റ്
ഞാൻ ജസ്റ്റ് മെസ്സേജ് കൊടുക്കണം ഹൈഫണം ആഡഡ് ഡിവൈഡ് ഫയൽ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ അത് കമ്മിറ്റ് ആയിട്ടുണ്ട്. സോ എൻ്റെ 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം ഗിറ്റ് ആഡും ചെയ്തു, പിന്നെ ഗിറ്റ് കമ്മിറ്റും ചെയ്തു. ഇപ്പോൾ നമുക്ക് എവിടെ കാണാം, നമ്മുടെ ഈ ഒരു ഗ്രാഫിക് കാണാൻ സാധിക്കും. കണ്ടോ, ആഡ് ഡിവൈഡ് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക് കാണാൻ സാധിക്കും. ആ ഫയലിൻ്റെ പേര് divide.py എന്ന് പറയുന്നത് അതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഗിറ്റ്ഹബിലോട്ട് പുഷ് ആയിട്ടുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റീഫ്രഷ് ചെയ്യാണ്. കണ്ടോ, പക്ഷേ എനിക്ക് ഇതുവരെ divide.py എന്ന ഫയൽ വന്നിട്ടില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് പുഷ് എന്ന് പറയുന്നത്. ഗിറ്റ് പുഷ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിലോട്ട് അത് പുഷ് ആവും. ഇപ്പോൾ പുഷ് ആയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യുന്നതാണ് 3 സ്റ്റെപ്പ് വഴിയാണ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇനി അത് റീഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് divide.py എന്ന് പറഞ്ഞത് കാണാം. കണ്ടോ, divide.py എന്ന സംഭവം വന്നിട്ടുണ്ട്. ഞാൻ കമ്മിറ്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണം. കണ്ടോ, ആഡ് ഡിവൈഡ് ഫയൽ എന്നൊരു കമ്മിറ്റും ചെയ്തിട്ടുണ്ട് 2 മിനിറ്റ് മുമ്പായിട്ട്. അങ്ങനെ എനിക്കെല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ 3 സ്റ്റെപ്പ് വഴിയാണ് ചെയ്തത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗിറ്റ് ആഡ്, നമ്മൾ ആ ചെയ്ത ഫയൽ അത് ഗിറ്റ് ആഡ് എന്ന് പറയുന്ന കമാൻഡ്, പിന്നെ ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഈ രണ്ട് കമാൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ടേക്ക് മൊത്തം ഇത് ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റ കമാൻഡേ ഉള്ളൂ. അതാണ് ഗിറ്റ് പുഷ് എന്ന് പറയുന്ന കമാൻഡ്. ഗിറ്റ് പുഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഗിറ്റ് ട്രാക്ക് ചെയ്യുന്ന സംഭവം മൊത്തം ഗിറ്റ്ഹബിലോട്ട് അപ്ഡേറ്റ് ആവും. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു പുതിയ ഫയൽ divide.py എന്ന ഈ പുതിയ ഫയൽ നമുക്ക് ഗിറ്റ്ഹബിലോട്ട് ഗിറ്റ്ഹബിൽ കാണുന്നത്. ഇനി ഇപ്പോൾ ചെയ്ത ഈ സെയിം സംഭവങ്ങളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്ന് ചെയ്യാനും സാധിക്കും. ഈ കോഡും കമാൻഡും ഒന്ന് ടൈപ്പ് ചെയ്യാൻ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലെ ഇവിടുത്തെ കുറച്ച് ബട്ടൺസ് യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ വീണ്ടും ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി ഞാൻ divide2 എന്നെല്ലാം കൊടുക്കാം. divide23 വെറുതെ കൊടുക്കാം .py. ഞാൻ അതിൽ ജസ്റ്റ് a = 5/2 എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരികയാണ്, സോഴ്സ് കൺട്രോൾ. ഇനി ഞാൻ പറഞ്ഞത് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് എന്താണ് ഗിറ്റ് ആഡ്, സെക്കൻഡ് ഗിറ്റ് കമ്മിറ്റ്, തേർഡ് ഗിറ്റ് പുഷ്. ഈ 3 കാര്യങ്ങളും നമുക്ക് ബട്ടൺസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പം ആദ്യം ചെയ്യുന്ന കമാൻഡ് എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യം ചെയ്യുന്ന കമാൻഡ് എന്ന് ഗിറ്റ് ആഡ് ആയിരുന്നു, ഈ ഒരു കമാൻഡ്. അതിന് വരെ നമ്മൾ ഈ ഒരു പ്ലസ് ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ എന്തായി, സ്റ്റേജിങ് കയ്യിലോട്ട് വന്നു. അതായത് ഈ ഒരു കമാൻഡിന് ഈക്വലൻ്റ് ആണ് പ്ലസ് സിമ്പിൾ എന്ന് പറയുന്നത്. അതിനുശേഷം ഗിറ്റ് കമ്മിറ്റ് ഹൈഫണം, ഇത് ഒരു മെസ്സേജും വേണം, ഗിറ്റ് കമ്മിറ്റും ചെയ്യണം. അപ്പോൾ കമ്മിറ്റിൻ്റെ ഓപ്ഷനോട് കാണുന്നത് പക്ഷേ നമുക്ക് എന്തായി മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ആഡഡ് divide23 ഫയൽ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കമ്മിറ്റ് ഞാൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അതിനുശേഷമുള്ള കമാൻഡ് എന്താണ് ഗിറ്റ് പുഷ്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് പുഷ് എന്ന് ക്ലിക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ സിങ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്താലും മതി. പക്ഷെ നമ്മൾ ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെയാണ്, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, പുഷ് എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 3 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആഡഡ് divide23 ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം. അത് തന്നെ ഞാൻ ഗിറ്റ്ഹബിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, divide23.py ആ ഫയൽ എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ കമ്മിറ്റ്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആഡ് divide23 ഫയൽ. അത് ഞാൻ ഇവിടെ കൊടുത്ത കമ്മിറ്റ് മെസ്സേജ് ആണ്. ആ മെസ്സേജ് എനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഫയലും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമുക്ക് ഇതേപോലെ കോഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ വേർഷനുകളിലോട്ട് വന്നിട്ട് ഇവിടുത്തെ ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഗിറ്റ്ഹബിൽ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തതെന്നും നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന പ്രൊജക്ട് ഫയൽസ് എങ്ങനെയാണ് ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 രീതി കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് കോഡിംഗ് വഴി, അതായത് 3 സ്റ്റെപ്പ്, ഗിറ്റ് ആഡ് എന്ന് പറയുന്ന കമാൻഡും ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന ഗിറ്റ് പുഷ് എന്ന് പറയുന്ന ഈ 3 കമാൻഡ് വഴി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലെ ബട്ടൺസ് യൂസ് ചെയ്തിട്ടും എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം, അത് കോഡൊന്നും യൂസ് ചെയ്യാണ്ട് ബട്ടൺസ് യൂസ് ചെയ്തിട്ടും എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കോഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.